എല്ലാവർക്കും നമസ്കാരം. ഇൻഫ്ലുവൻസറിലേക്ക് സ്വാഗതം. 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടേണ്ടതെന്നും എന്തിനാണ് ഇവരെ തിരഞ്ഞെടുത്ത് വിടേണ്ടതെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു കോൺസ്പിറസി തിയറി ആയിട്ടോ അല്ലെങ്കിൽ മണ്ടത്തരമായിട്ടോ ഒക്കെ നിങ്ങൾ കണക്കാക്കാം. പക്ഷേ ഈ വീഡിയോ ഒന്ന് കണ്ടതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തന്നെ എന്തിനാണ് നമ്മൾ ഈ ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് വിടേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. അതായത് 5 വർഷത്തേക്ക് നമ്മളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ അത് ലോകസഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും ആ നാടിൻ്റെ വികസനത്തിനും ആ നാടിൻ്റെ ജനങ്ങളുടെ ഉന്നമനത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുത്ത് വിടേണ്ടത്. അത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിഞ്ഞ് അതിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുത്ത് വിടേണ്ടത്. അല്ലാതെ കുറെ വികാരങ്ങൾ കൊണ്ടോ കുറെ പാർട്ടികളുടെ ഐഡിയോളജികൾ കൊണ്ടോ നമ്മൾ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്താൽ കഴിഞ്ഞ 60 വർഷം എന്താണോ കേരളത്തിൽ നടന്നത് അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ജനപ്രതിനിധികളെ അടുത്ത 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത് വിടേണ്ടതെന്നും കൂടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് തിയറി ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ അടുത്തൊരു 5 വർഷം എന്താണോ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടാൻ. അതിന് ചില രീതിയിലുള്ള മാറ്റി ചിന്തകളൊക്കെ നമുക്ക് അനിവാര്യമാണ്. ഒരു നാട് വികസിക്കണമെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കേണ്ട ഒരു കാലമാണിത്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നോ ഒരു ഐഡിയോളജിനെ സപ്പോർട്ട് ചെയ്യുന്നോ ആയിട്ടുള്ള ആളല്ല. പക്ഷെ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ BJP-യെ കേന്ദ്രത്തിൽ ഭരണത്തിൽ കൊണ്ടുവരണമെന്ന് ശക്തമായി വാദിച്ച ഒരാളാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളനുസരിച്ച് ഒരു 10 മുതൽ 15 വർഷം വരെ ഇന്ത്യക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ ലോകത്തിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് വളരെയധികം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സർക്കാരും ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റും ആയിരിക്കണം ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വാദിക്കാനുള്ള കാരണം. ഞാനന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പലതും ശരിയായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും അവർ ഭരണത്തിൽ വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ എന്ന്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് 2026 തെരഞ്ഞെടുപ്പിൽ വരാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ അനുസരിച്ച് കേരളത്തിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെയായിരിക്കണം വോട്ടിംഗ് പാറ്റേൺ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് LDF-നെ തന്നെ ഭരണത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതിന് വോട്ടിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ സീറ്റ് നിലകൾക്കൊക്കെ ചില രീതിയിലുള്ള ഒരു വേരിയേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. ആദ്യം തന്നെ പറയുന്നത് എന്തുകൊണ്ട് LDF കേരളത്തിൽ ഭരണത്തിൽ വരണമെന്നുള്ളതാണ്. അതായത് ഒരു ഭരണകൂടം ഒരു 5 വർഷത്തേക്ക് നമ്മളൊരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു 2-3 വർഷങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ആ നാടിൻ്റെ ഉയർച്ച ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ് കേരള എന്ന് പറഞ്ഞൊരു പരിപാടി കൊച്ചിയിൽ കണ്ടു. പക്ഷെ അത് സംഭവിക്കുന്ന എപ്പോഴാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷങ്ങളിൽ, അതായത് ഇനി ഒരു വർഷം കൂടി ഉള്ളൂ. ആ സമയത്ത് ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഇനി ഒരു വർഷത്തിനുള്ളിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. അതായത് ഗവൺമെൻറ് മാറുമോ, പോളിസികൾ മാറുമോ എന്നൊക്കെയുള്ള ചിന്തയുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നത്. ഈ നടന്ന ഇൻവെസ്റ്റ് കേരള ഒരു പ്രഹസനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ആസാമിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടന്നു. 6 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവരെങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു പോർട്ടോ അല്ലെങ്കിലും നല്ല ശരിയായ രീതിയിലുള്ള ഒരു എയർപോർട്ടോ ഒന്നും ഇല്ലാത്ത ആസാമിലേക്കാണ് 6 ലക്ഷം കോടിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കർണാടകയിലോട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കർണാടകയിൽ ഒരു പോർട്ട് പോലും ഇല്ല, ഒരു മേജർ പോർട്ടില്ല. അവിടെ ഉള്ള ഒരു എയർപോർട്ട് ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് ഇപ്പോൾ അടുത്ത കാലത്താണ് സജീവമായത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ IT ക്യാപിറ്റലായി നിലനിൽക്കുന്നത്? അതേപോലെ തന്നെ തെലുങ്കാനയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോർട്ടില്ല, അവിടെ ഒരു എയർപോർട്ട് മാത്രമാണ് ഇപ്പം എനിക്ക് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നത് മാത്രം. പക്ഷെ അവിടെയാണ് ഇന്ത്യയിലത്തെ ബയോടെക്നോളജിയുടെയും മെഡിസിൻ്റെയൊക്കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥലം. എന്തുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഈ ഇൻവെസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളത് കാരണം. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായി 5 വർഷം കൂടുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ മാറ്റി പരീക്ഷിക്കണം. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ 5 വർഷവും പോളിസികൾ മാറുന്നു, നിബന്ധനകൾ വരുന്നു, നിബന്ധനകൾ എടുത്തു മാറ്റുന്നു. അത് ഒരു വ്യവസായം നടത്തുന്ന ആൾക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐഡിയ അല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഹെസിറ്റേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരാൻ. ഇപ്പോൾ 2 ടേമായിട്ട് നമ്മൾ LDF-നെയാണ് കേരളത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ അടുത്ത ഒരു 1-2 പ്രാവശ്യം കൂടി LDF തിരഞ്ഞെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിന്റെ മുന്നോട്ട് പോകലിന് അത് വളരെയധികം സഹായിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ ഇനി അടുത്ത 3 വർഷം കേന്ദ്രത്തിൽ BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ BJPയുമായി ഇനി ഇപ്പോൾ നിലവിലുള്ള രീതിയിൽ ഡീൽ ചെയ്ത് പോകുന്നത് LDF തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കോൺഗ്രസിനെ കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ കർണാടകയിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ കേന്ദ്രവുമായി ഈ പ്രശ്നങ്ങൾ രൂക്ഷമാവാനാണ് സാധ്യത. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ LDF എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മൾ കൂട്ടിലിട്ടിരിക്കുന്ന ഒരു പുലിനെ പോലെയാണ്. അതായത് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് പ്രക്ഷോഭങ്ങളോ ശക്തമായ യൂണിയൻ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സമരങ്ങളോ ഒന്നും നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് LDFന്റെ ഒരു നയവ്യതിയാനം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് പണ്ടേ സംഭവിക്കേണ്ടതായിരുന്നു, ചൈനയിലൊക്കെ സംഭവിച്ച സമയത്ത് തന്നെ ഇവിടെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അതെല്ലാം വൈകിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള LDFന്റെ ഒരു ജനറേഷൻ ഉണ്ട്. ആ ജനറേഷനിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം LDF പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അത് പൂർണ്ണമാകണമെങ്കിൽ ഒരു 5-10 വർഷങ്ങൾ കൂടി എടുക്കും. ഇപ്പം നമ്മൾ അവരെ അധികാരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ശക്തമായ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഹർത്താലുകളും കേരളത്തിൽ ഇനിയും സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവരെ ഭരണത്തിൽ തന്നെ നിലനിർത്തുന്നതാണ് നല്ലത്. ഒരു 10 വർഷങ്ങൾ കൂടി അവരെ ഭരണത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജനറേഷനിൽ നിന്ന് പുതിയൊരു ജനറേഷനിലേക്ക് മാറ്റം സംഭവിക്കും. ആ പാർട്ടിയുടെ കുറെ ഐഡിയോളജികളും ഇതിൽ നിന്ന് മാറ്റം സംഭവിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ വോട്ടിങ്ങിന്റെ നമ്പറിലൊരു ടാക്ടിക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, 70 സീറ്റാണ് നമുക്ക് കേരളത്തിൽ ഭരണം പിടിക്കാൻ വേണ്ടത്. ഇപ്പോൾ LDFന് ഒരു 70 മുതൽ 90 സീറ്റ് വരെ കിട്ടുകയും അതേപോലെ തന്നെ ഒരു 40 മുതൽ 50 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ പ്രശ്നത്തെ വോട്ടിംഗ് പാറ്റേൺ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 10 സീറ്റോളം BJPക്ക് കേരളത്തിൽ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു ബേസിക് എന്താണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ BJP കൊടുക്കുന്ന 10 സീറ്റുകൾ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളിലായിരിക്കണം കൊടുക്കേണ്ടത്, ജില്ലകളിലായിരിക്കണം കൊടുക്കേണ്ടത്. അതായത് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഇപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് തിരുവനന്തപുരം. അതേപോലെ തന്നെ കേരളത്തിൻ്റെ നോർത്തേൺ ഏരിയകളിൽ ഒരു 1-2 സീറ്റുകൾ കോസ്റ്റൽ ഏരിയയിൽ കൊടുത്താൽ നന്നായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സീറ്റ് BJPക്ക് കിട്ടുമ്പോൾ കേരളവും കേന്ദ്രവുമായിട്ടുള്ള ഈ ഉരസൽ വളരെ കുറയും. കേരളത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കേന്ദ്രത്തിന് സാധിക്കും. അങ്ങനെ കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പദ്ധതികളും കേരളം പ്രപ്പോസ് ചെയ്യുന്ന പദ്ധതികളൊക്കെ കേന്ദ്രത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതെ അപ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ പല സ്റ്റേറ്റുകളിലും കാണുന്നതിൻ്റെ ബേസിക് അതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എന്താണ് ഇൻഡസ്ട്രിയൽ ജില്ലകളിലേക്ക് ഇത് വരണമെന്ന് പറയാൻ കാരണം അവിടേക്ക് കൂടുതൽ വ്യവസായങ്ങളും ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജില്ലകളിൽ കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ പാലക്കാടും തിരുവനന്തപുരത്തും BJPക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ 2 സീറ്റുകൾ നേടാനായിട്ട് സാധിക്കും. തൃശ്ശൂരും എറണാകുളത്തുമായിരിക്കും ഇപ്പോൾ BJPക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക സീറ്റുകൾ നേടാൻ. പക്ഷെ അത് അവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്താൽ മാത്രമേ സ്വന്തം സ്ഥലങ്ങൾ വികസിക്കൂ എന്നതും കൂടി മനസ്സിലാക്കി വേണം ഈ 2026 ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യാമെന്നാണ് എനിക്ക് ഈ ജില്ലകളിലുള്ള ആൾക്കാരോട് മെയിനായിട്ട് പറയാം. ഇനി ഞാൻ ഈ നോർത്തേൺ ഏരിയകളിൽ എന്തുകൊണ്ട് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമായി കോസ്റ്റൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളൊക്കെ. പരമ്പരാഗതമായി പോർട്ടുകളും അതായത് പോർട്ട് വ്യവസായങ്ങളും അതല്ല ഉരു നിർമ്മാണവും ബോട്ട് നിർമ്മാണമൊക്കെ നടത്തിയിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അവിടേക്കെല്ലാം ഇങ്ങനെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്, ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവിടേക്കൊന്നും വികസനം വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് NH66 വികസനം മാത്രമാണ് നമ്മൾ ഈ നോർത്തേൺ ഏരിയകളിൽ വികസനം എന്ന് പറഞ്ഞ് കാണുന്നത്. പക്ഷെ ഈ റോഡ് ഉണ്ടാക്കുക, സ്കൂളുകൾ നിർമ്മിക്കുക, ആശുപത്രികൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ഒരു അടിസ്ഥാന സൗകര്യമാണ് ജനങ്ങൾക്ക് വേണ്ട, അതല്ലാതെ അതൊരു വികസനമായി കണക്കാക്കരുത്. ഇപ്പോൾ ബോംബെയിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ പോകുന്ന ഒരു റോഡിന്റെ ഒരു ഭാഗം അതിലൂടെ കടന്നു പോകുന്നത് ആ നാടിന്റെ വികസനമായിട്ട് നമ്മൾ കണക്കാക്കരുത്, അതൊരു അടിസ്ഥാന സൗകര്യമാണ്. അപ്പോൾ അവിടെ വികസനങ്ങൾ വരണമെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കോസ്റ്റൽ ഏരിയയുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ വരണമെങ്കിൽ നമ്മൾ അവിടെയും കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണുകൾ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഏഴിമല എന്ന് പറയുന്ന ഒരു സ്ഥലം എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണൂർ,
അവിടെ നമുക്ക് ഒരു 100-500 ഏക്കർ സ്ഥലങ്ങളെല്ലാം വലിയ കുടിയൊഴിപ്പിക്കലോ ബാധ്യതകളോ ഇല്ലാതെ ഏറ്റെടുത്ത് ഒരു ഷിപ്പ്യാർഡോ അല്ലെങ്കിൽ ബോട്ട് നിർമ്മാണ യൂണിറ്റുകളോ അല്ലെങ്കിൽ പോർട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയ ആണത്. അതേപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് നമുക്കൊരു പോർട്ടിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ വയനാട് തുരങ്കപാതയ്ക്കുള്ള അപ്രൂവൽ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂരുമായി, അതായത് ഒരു ഇന്ത്യയിലെ തന്നെ വലിയൊരു ഇൻഡസ്ട്രിയലുമായി ബന്ധിപ്പിക്കാനുള്ള സാഹചര്യം, അതേപോലെ തന്നെ കോയമ്പത്തൂരേക്കും സേലത്തേക്കൊക്കെ കണക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു പോർട്ട് ഒരു വയബിൾ ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് കോഴിക്കോട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിട്ടാനുണ്ട്. ഈ ഇങ്ങനെയുള്ള കോസ്റ്റൽ ഷിപ്പ്യാർഡോ അല്ലെങ്കിൽ ഇതിലൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ തൃശ്ശൂരേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ഏറ്റവും പുരാതനമായ പോർട്ട് ഇരുന്നിരുന്നത് മുസരിസ് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ വാടാനപ്പള്ളി ഭാഗത്തൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം വലിയ കുടിയൊഴിപ്പിലൊന്നും ഇല്ലാതെ കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ നോർത്തേൺ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരികയും അവിടെയും വികസനം, അതായത് കേരളത്തിൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് ഒരു ഇന്റർനാഷണൽ പോർട്ട് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. അതേപോലെ തന്നെ നോർത്തേൺ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെ വികസിപ്പിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം നമുക്ക് കൂടിയേ തീരും. അതുകൊണ്ട് നമ്മുടെ വോട്ടിംഗ് പാറ്റേണിൽ ആൾക്കാർ ശക്തമായ രീതിയിൽ മാറ്റി ചിന്തിച്ചിട്ട് വേണം ഭരണത്തിലേക്ക് ഇവരെല്ലാം കൊണ്ടുവരാനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് സംഭവിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാവുന്നു. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഫേവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നൊക്കെ കാണുമ്പോൾ, അതേപോലെ തന്നെ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ഇനീഷ്യലി തന്നെ ഇങ്ങനെയുള്ള പ്രോസസ്സുമായി മുന്നോട്ടും പോകണം. അതായത് കേരളത്തിൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ട്, ഞങ്ങളുടെ പോളിസികൾ ഇതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. അതായത് ഇപ്പോൾ ഈ 2024 സംഭവിച്ച പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് അല്ല, അതായത് ഗവൺമെന്റിന്റെ അവസാന കാലത്തല്ല, ഗവൺമെന്റിന്റെ ആദ്യ കാലത്ത്, അതായത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഇങ്ങനെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരിക, ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തുക, ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുക. അതേപോലെ തന്നെ നമ്മൾ കേന്ദ്രവുമായുള്ള ബന്ധം നല്ലതാണ്, കേരളത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ബോധ്യപ്പെടുത്തുക. അതോടുകൂടി കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വരാനും ജനങ്ങൾക്ക് ജോലി ഉള്ള സാധ്യതകൾ ഉണ്ടാകാനും കേരളമൊക്കെ വളരാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിനൊക്കെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഈ ജനങ്ങളാണ് നമ്മൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നില്ല എന്നൊക്കെ പറയുന്നത്, ഇതിനൊരു പാർട്ട് വഹിക്കുന്നത് ജനങ്ങൾ കൂടിയാണ്. കാരണം ജനങ്ങളിങ്ങനെ പല രീതിയിൽ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുകയും പല രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതും ഈ ഇൻവെസ്റ്റേഴ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അതും കൂടി ജനങ്ങൾ കണ്ടിട്ട് വേണം ഈ പ്രാവശ്യം വോട്ട് ചെയ്യാനെന്നുമാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഈ വീഡിയോനോട് യോജിക്കാണ്ടിരിക്കാം. ഇപ്പോൾ ഇതിലും നല്ല ഐഡിയകളോ കാര്യങ്ങളോ തിയറികളോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.